വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനങ്ങൾ സങ്കീർത്തനം 19:14. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. സങ്കീർത്തനം 19:14 പറയുന്നു, എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. കർത്താവെ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും പറയുവാനോ ചെയ്യുവാനോ കാരണമാകാതിരിക്കട്ടെ. അവയിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കണമേ. അതുപോലെ വീണ്ടും ലൂക്ക 6:45. നല്ല മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തന്നിൽ നിന്ന് തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അതുപോലെ മാർക്കോസ് 7:21. ഒരുവൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ നിക്ഷേപത്തിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിക്ഷേപത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ വ്യാപൃതരാകുന്നത്, ആകൃഷ്ടരാകുന്നത്, എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ നമ്മുടെ സമയവും ചിന്തയും ആരോഗ്യവുമെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നല്ല കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നിക്ഷേപിച്ചാൽ ആ നല്ല നിക്ഷേപത്തിൽ നിന്ന് നമ്മൾ നന്മ പുറപ്പെടുവിക്കുകയും നമ്മുടെ അധരം നന്മ വാരി വിതറുകയും ചെയ്യും. അപ്പം ഇതിന് നമുക്ക് കർത്താവിൻ്റെ രക്ഷ കൂടിയേ തീരൂ. അപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് ക്രിസ്തുവിനെ ധരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഒരു പുതിയ മനുഷ്യനെ ധരിക്കുക. ഈ വക ദുശ്ചിന്തകളും വ്യഭിചാര ചിന്തകളും പരദൂഷണവും അഹന്തയും എല്ലാം പിടിഞ്ഞ് ഒരു ശിശുവിനെ പോലെയുള്ള ഒരു പുതിയ മനുഷ്യനെ ധരിക്കുക. അതാണ് ക്രിസ്തു മനോഭാവത്തെ ധരിക്കുക എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. യേശു നമ്മളെ വിളിക്കുന്നു. അപ്പോൾ ഇതിന് ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ ഒരു അനുഭവം, ഞാൻ കുറേ നാളായിട്ട് ഈ ബൈബിൾ ധ്യാനമൊക്കെ ആയിട്ട് ഒരുവിധം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, വചനം വായിക്കുന്നു, ധ്യാനിക്കുന്നു. പിന്നെ ഈ വചനധ്യാനം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു.
അതും നമ്മൾ വചനം പഠിക്കാനും ധ്യാനിക്കാനും മനനം ചെയ്യാനുമെല്ലാം കാരണമാകുന്നു. അപ്പം ഇങ്ങനെ കർത്താവ് പറയുന്ന പോലെ ആദ്യം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു കളയുക. കൂടുതൽ ബൈബിളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ അപാകതകൾ കാണുന്നതിന് പകരം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ വൈകല്യങ്ങൾ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാകും. അപ്പോൾ നമ്മൾ പൊതുവെ ഒരു മൗനിയൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഇന്ന് അത് കഴിഞ്ഞിട്ടൊരു 5 ആഴ്ചയ്ക്ക് ശേഷം ഒരു പഴയ ഒരു സുഹൃത്ത് വലയത്തിലേക്ക് ചെല്ലുകയും ഞങ്ങൾക്ക് പണ്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ആർത്തുല്ലസിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ മിക്കവാറും എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാകാറാണ് പതിവ്. പക്ഷെ ഇന്ന് ഐ കുഡ് സീ എ ഡിഫറൻസ് ഇൻ മീ. എന്നിൽ തന്നെ ഒരു മാറ്റം. അപ്പം നെഗറ്റിവിറ്റിയിലോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഒരു ഫിൽറ്ററിങ് പ്രോസസ്സ്, ഒരു ഷീൽഡ് നമുക്ക് ഒരു പരിച നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പക്ഷെ അങ്ങനെയുള്ളിടത്ത് ബാക്കിയുള്ളവർക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നാം നമ്മളെക്കുറിച്ച്. കാരണം ഇവൻ പരദൂഷണത്തിൽ പങ്കെടുക്കുന്നില്ല, ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മിണ്ടാതിരിക്കേണ്ടി വരും. കാരണം വായ തുറന്നാൽ പരദൂഷണമാണല്ലോ മിക്കവാറും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളിടത്ത് നമ്മളൊരു മിസ്ഫിറ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അത് ക്രിസ്തുവിനെ പ്രതിയാകുമ്പോൾ ഈ ലോകം നിന്നെ ദ്വേഷിക്കും. അത് അന്വർത്ഥമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ സന്തോഷം നുരപൊട്ടുന്നത്, യഥാർത്ഥ സന്തോഷം നമ്മളിൽ അനുഭവപ്പെടും. കാരണം ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ പ്രതി ലോകം നമ്മളെ ദ്വേഷിക്കുകയാണെങ്കിൽ സന്തോഷിക്കുവാൻ പറഞ്ഞു വന്നത്, വി ഹാവ് ടു ബി വെരി കെയർഫുൾ about what we invest in our mind and in our hearts. There must be a filtering process. അപ്പോൾ ഈ നെഗറ്റീവ് ന്യൂസുകൾക്കും പ്രൊപ്പഗാൻഡകൾക്കും പരദൂഷണ കമ്മിറ്റികളിൽ നിന്നും ഗ്രൂപ്പിസത്തിൽ നിന്നും എല്ലാം വിട്ടുനിന്ന് ക്രിസ്തുവിനെ നമുക്ക് ധരിക്കാം. ക്രിസ്തുവിന് അനുയോജ്യമായ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് നമുക്ക് മുന്നേറാം. ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുന്നവരുമാണ് യഥാർത്ഥ ക്രിസ്തു അനുയായികൾ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.